ഐക്യത്തിലൂടെ കൂടുതൽ ശക്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കണം. മന്ത്രി മോൻസ് ജോസഫ്. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ മൂന്നാനി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ ശക്തവും വികസിതവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കണമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ആഹ്വാനം ചെയ്തു. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാചരണത്തോടനുബന്ധിച്ച് പാലായിൽ മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധി സ്ക്വയറിൽ ഇന്ന് സമുചിതമായി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ച അതിന് നേതൃത്വം കൊടുത്ത ഫൗണ്ടേഷനെയും ഭാരവാഹികളായിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുന്നു. 79 വർഷം പിന്നിട്ടുകൊണ്ട് 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്ക് നമ്മുടെ രാജ്യം കിടക്കുമ്പോൾ ഭാരതത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഇനിയും നമ്മുടെ കേരള സംസ്ഥാനത്തിനും നമ്മുടെ ഗ്രാമങ്ങൾക്കും യാഥാർത്ഥ്യമാക്കുവാൻ കഴിയണം. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ മൂന്നാനി ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനേകം ദേശസ്നേഹികളുടെയും ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയതെന്ന് മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയും സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ജാതി, മതം, ഭാഷ, രാഷ്ട്രീയം തുടങ്ങിയ വ്യത്യാസങ്ങൾക്കപ്പുറം ഇന്ത്യൻ എന്ന ഒരൊറ്റ വികാരത്തിൽ എല്ലാവരും ഒന്നിക്കണം. ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യനീതി, സഹിഷ്ണുത, മനുഷ്യസ്നേഹം എന്നിവ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പൗരന്റെയും അവകാശങ്ങളും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ ABJ ജോസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ DA ബിനു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു വരിക്കാനി, ടോണി തൈപ്പറമ്പിൽ, കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ടം, CG ടോണി, ഫൗണ്ടേഷൻ സെക്രട്ടറി സാംജി പഴയപ്പറമ്പിൽ, അഡ്വക്കേറ്റ് സന്തോഷ് മണർകാട്, തങ്കച്ചൻ മണ്ണുചേരി, ജോയ് കളരിക്കൽ, സാജോ വാളിപ്ലാക്കൽ, റെനി അനിൽ എന്നിവരും പ്രസംഗിച്ചു. i4A ന്യൂസ് പാല.